ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഈ പുട്ടിൻ്റെ കൂടെ നമുക്ക് ഒരു കറി ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നിട്ട് അതിൽ ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള റിട്ടേൺ റെസിപ്പിയും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആദ്യം തന്നെ പുട്ടൊന്ന് നനച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പുട്ട് നനക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പേ എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ 2 പേരേ ഉള്ളൂ. അപ്പോൾ 2 പേർക്കുള്ള ഒരു പരുവാണ് ഞാൻ കാണിക്കുന്നത്. 2 or 3 പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ ഇത്തിരി ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പുട്ട് എപ്പോഴും നല്ലപോലെ സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം കുഴച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ സാധാരണ ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്, സാധാരണ പൊടിച്ചതല്ല. അപ്പം അതേ ഞാൻ പുട്ട് ഇവിടെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ മസാല റെഡി ആവുന്നത് ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി ഇതിനകത്തോട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് നമുക്കിതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ 1 എടുക്കാം, ചെറുതാണെങ്കിൽ 2 എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കടിക്കുന്ന പരുവൊന്ന് മാറി കിട്ടിയാൽ മതിയാവും. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ചുവന്ന മുളക് ചേർക്കുന്നുണ്ട്. ഞാൻ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്, പിരിയമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് കുറവാണ്, ഞാൻ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം തന്നെ ആ ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി എരിവൊക്കെ എല്ലാവരുടെയും ഒന്ന് പിടിച്ച് നല്ല മണമൊക്കെ വരും. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് ഡ്രൈ ആവണം, ഒരുപാട് അങ്ങ് കരിഞ്ഞു പോരുത്, നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പം അതേ നമ്മുടെ തേങ്ങ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ചെറിയൊരു മൂത്തിട്ട് ഇതൊരു നല്ല മണമൊക്കെ വരും. നമ്മൾ തേങ്ങ സാധാരണ ഫ്രൈ ചെയ്യാറില്ല, അപ്പോൾ വരുന്ന ആ ഒരു മണമൊക്കെ വരും. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നല്ലപോലെ ഇത് ചൂടാറാൻ വെക്കണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുട്ടുപൊടി നോക്കാം. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുക്കണം. അപ്പം നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മസാല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കരുത്, ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാടങ്ങ് കുഴച്ചെടുക്കരുത്. അപ്പം ഇനി നമുക്ക് സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ തേങ്ങ, പിന്നെ അതേപോലെ തന്നെ പുട്ടിൻ്റെ മിക്സ്, പിന്നെ തേങ്ങ, അങ്ങനെ ആ രീതിക്ക് നമുക്ക് ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഹാഫ് പോർഷനായിട്ട് എടുക്കുന്നത്, കുറേ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ ഇട്ടതല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് കുക്കറിന് മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ സാധാരണ പുട്ടുകുറ്റിയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ മേളിലോട്ട് നല്ലപോലെ ആവി പുറത്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്താൽ മതി. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന അത്രയും സമയം തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ നമുക്ക് സ്പെഷ്യലായിട്ട് ഒന്നും ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പപ്പടം ഉണ്ടാക്കാം. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കും പറയാൻ മറന്നു പോകണ്ട. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.